ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും അവള് സ്വന്തം അച്ഛനും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനെ നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഒന്നുമേ അവനറിയരുത്. അവ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും. എനിക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി. അതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ വഴി നോക്കണമല്ലോ. ഇനിയും ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ശ്യാമേ, നീ വെറുതെ ഇല്ലാത്ത വിളിച്ച് പറയല്ലേ. കുറച്ചു ദിവസമായിട്ട് നീ ഇവിടെ എന്തിനും ഏതിനും ബഹളം വെക്കുക. നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി വച്ചിരിക്കുന്ന പോലെയാ നിന്റെ സംസാരം. ഇതിനും മാത്രം ഇത്ര കേൾക്കാനും കാണാനും ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം നീയായിട്ട് തുടങ്ങി വെച്ചതിന്റെ തുടർച്ചയാ നീ ഇപ്പൊ അനുഭവിക്കുന്നതല്ല. അത് നീ മറക്കണ്ട. ശാലിനി, അവളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഒന്നിലും ഇനി ഞാൻ ഇടപെടില്ല, നീയും ഇടപെടരുത്. എനിക്കറിയാം എല്ലാരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുമെന്ന്. എനിക്ക് ആരും ഇല്ലല്ലോ, ഭർത്താവും ഇല്ല, കുട്ടികളുമില്ല, ജീവിതവും ഇല്ല. ഒറ്റാന്തടി. എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം. ഇല്ല, ഏത് രീതിയിലും മരിക്കുകയും ചെയ്യാം. പിന്നെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയാം. ഇനി എനിക്ക് എന്റെ ജീവിതം അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതല്ലേ, ഞാനായിട്ട് തന്നെ അത് തിരിച്ചെടുത്തോളാം. മോളെ, അവള് ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ചെന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഒരാള് കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടി വരും. അല്ല ഡോക്ടറെ, അച്ഛന്റെ തലയിലെ വേദന അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപിക്കുന്ന ആളാണോ? ഏയ് ഇല്ല ഡോക്ടർ, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. എങ്കിൽ കൊള്ളാം. ഇനിയൊരു വീഴ്ച വീണ അത് നമ്മുടെ നിൽക്കണമെന്നില്ല. ശ്രദ്ധിച്ചോളൂ ഡോക്ടർ. വിഷ്ണു ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ലോറി ഓടിക്കുക. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ലേ? അപ്പൊ വീട്ടിൽ ഇവര് രണ്ടുപേരും മാത്രമേ കാണൂല്ലേ? ആ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ ചില രോഗങ്ങള് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. അത് കണ്ട് നമ്മൾ ചികിത്സിച്ചാ മതി. അതിന്റെ റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടും. ചിലത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാവും. അതിന് നമ്മൾ ചില മുൻധാരണകളും ഭാവിയിൽ വന്നേക്കാവുന്ന ചില ലക്ഷണങ്ങളും നിരത്തിയായിരിക്കും ചികിത്സിക്കേണ്ടി വരിക. അത്തരം ഒരു രീതിയാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായം എനിക്കിവിടെ അത്യാവശ്യമാണ്. ഞാൻ പറയുന്ന രീതിയിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകിയാൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഡോക്ടർ, ഡോക്ടർ ഇതുവരെ അച്ഛൻ്റെ അസുഖം എന്താന്ന് പറഞ്ഞില്ല. നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന ചില തകരാറുകൾ ഭാവിയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പലതും മറക്കാനും പൊറുക്കാനുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. അതിന് എന്തെങ്കിലും രീതിയിലൊരു തടസ്സം ഉണ്ടായാൽ എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതാണിപ്പോ നമ്മളിവിടെ ചെയ്യേണ്ടത്. തൽക്കാലം ഈ മരുന്ന് വാങ്ങിക്കൊടുക്ക. എന്നിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. ശരി ഡോക്ടർ. വിഷ്ണു ഒന്ന് നിൽക്കേ. അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ. എന്നമ്മ പോയിക്കോ, ഞാൻ വരാം. എന്താ ഡോക്ടർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അച്ഛനെ ഇനി തനിച്ച് പുറത്തേക്ക് വിടരുത്. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവരുത്. അതായത് എപ്പോഴും ആള് കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നന്നായി അച്ഛനെ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ബി കെയർഫുൾ. രാഘവട്ട, ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ?
അല്ല, നെഞ്ചി കെട്ടി നിൽക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേദന ഉള്ളതായിട്ടും തോന്നില്ല. തലയ്ക്ക് അസ്വസ്ഥതയൊന്നുമില്ലല്ലോ? അതൊപ്പില്ല. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. അതാ ചോദിച്ചത്. ഇല്ല, ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ഉപേന്ദ്രൻ വന്നിരുന്നല്ലേ? രാഘവേട്ട, അല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? പറവാമേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന ആരാ? കൊണ്ടുവന്നത് ശാലിനിയാണ് അച്ഛാ. ശാലിനിയാണോ എന്നെ കൊണ്ടുവന്നേ? പിന്നെ സംസാരിക്കുന്നു പറഞ്ഞ് ശാലിനെ വിളിച്ചതെന്ന് രാഘവേട്ടനല്ലേ? ഞാനോ? അതിപ്പം ഞാനൊന്നും ഓർക്കുന്നില്ല. നല്ല ശക്തിയായ നെഞ്ചവേനയായിരുന്നു. തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവത്തിന്റെ എന്തോ കാരണം കൊണ്ടാ രക്ഷപ്പെട്ടത്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ അമ്മയുടെ ദുരഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട് ശാലിനിയോട് സംസാരിച്ചല്ലേ? അപ്പൊ അമ്മയ്ക്ക് സഹായം ചോദിച്ചു സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ ആരുടെയും സഹായമൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ നീ ഉണ്ടോന്ന് തിരക്കി. കാര്യം തിരക്കിയപ്പോ അച്ഛന് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞു. ഓ, അത് മതിയല്ലോ. അച്ഛന് നെഞ്ചുവേനാണെന്ന് പറഞ്ഞാ പിന്നെ ശാലിനിക്ക് അവിടെ കിടന്ന് ഉറക്കം വരൂ. അപ്പൊ അവൾ അപ്പൊ തന്നെ വണ്ടി കൊണ്ടുവന്നല്ലോ, ഇല്ലേ? ഈ രാഘവേട്ടൻ കാരണമാണ് ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്നേനെ. എങ്കിൽ പിന്നെ ഇതൊന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. പിന്നെ എന്തു ചെയ്യണമായിരുന്നു? വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ കമലിന്റെ നമ്പർ ഭാമയ്ക്ക് അറിയാനും പാടില്ല. പിന്നുള്ളത് ശാലിനിയാ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയോണ്ട് ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ വെള്ളം ഒഴിപ്പിച്ച് കിടത്തായിരുന്നു നടുവാക്ക തന്നെ. അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും രാഘവേട്ടന് കണ്ണു പിടിക്കില്ലല്ലോ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ്. ഇതെനിക്ക് കിട്ടണം. കഷ്ടപ്പെടാൻ ഞാനും കയ്യടി വാങ്ങിക്കാൻ മറ്റുള്ളവർ. എന്നെ അമ്മയുടെ ഹോസ്പിറ്റലും എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാലിനി ഇതൊരു നല്ല കാര്യമില്ലേ? നല്ല കാര്യം ചെയ്ത നല്ല കാര്യമാണെന്ന് പറയുന്നത് വേണം. അതൊന്നും പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവില്ല. അതിനെ മനസ്സിലപ്പോ നന്മയൊക്കെ വേണേ. വിഷ്ണുവിന്റെ കുറവറിയിക്കാതെയാ ശാലിനി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ശാലിനി വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനി നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഒന്നുമേ അവനറിയരുത്. അപ്പൊ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും.